ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ മുൻനിര അഭിനേത്രികളിൽ ഒരാളാണല്ലോ രജിഷ വിജയൻ. അനുരാഗ് കരിക്കിൻ വെള്ളം സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന രജിഷയുടെ ഞെട്ടിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷാന്തിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന പുതിയ മലയാളം സിനിമയാണ് മസ്തിഷ്ക മരണം. സിനിമയിലെ കോമള താമര എന്ന പേരിൽ വന്ന ഐറ്റം വീഡിയോ ഗാനമാണ് ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. ഒരുപറ്റ മികച്ച സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പരിചിതിയായ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ രജിഷ വിജയന്റെ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ കണ്ട് ിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത് മലയാളത്തിൽ മാത്രമല്ല തെലുഗു, തമിഴ് ഭാഷകളിലെല്ലാം തന്നെ രജിഷ വിജയൻ അഭിനയിച്ച സിനിമകളുണ്ട്, മുൻനിര താരങ്ങളുടെ സിനിമകളുണ്ട്. ആ ഗാനത്തിനൊരു മിക്സഡ് സ്വഭാവമുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഭോജ്പുരി ഗാനമാണോ എന്നൊരു കമന്റ് ആണ് ആ കമന്റ് ബോക്സിൽ ആദ്യത്തെ കമന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ രജിഷ വിജയന്റെ പ്രകടനത്തിനൊപ്പം തന്നെ രജിഷയുടെ ഈ ഒരു സെലക്ഷൻ എല്ലാം തന്നെയാണ് വളരെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്നത്. മലയാളത്തിന്റെ വിദ്യാബാലനാണോ രജിഷ എന്നൊരു ചോദ്യം പോലും ആ ഗാനത്തിന് താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം രജിഷ വിജയന്റെ ഈ ഐറ്റം ഗാനത്തിന്റെ ഫുൾ വീഡിയോ കാണുവാനായിട്ട്. ഒപ്പം ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മസ്തിഷ്ക മരണം സിനിമയ്ക്കായിട്ട്. അപ്പോൾ രജിഷയുടെ ഐറ്റം ഡാൻസ് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ആളുടെ ഐറ്റം ഡാൻസ് എപ്പോൾ വരുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകരും കേട്ടിരിക്കുന്നത് പോലെ തന്നെ നിഖില വിമലിന്റെ ഒരു ഐറ്റം ഡാൻസ് അണിയറയിൽ ഒരുങ്ങുന്നു എന്നൊരു റൂമർ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്തായി. ആട് 3 എന്ന ജയസൂര്യ സിനിമയിൽ വിജയ് ബാബു നിർമ്മിക്കുന്ന സിനിമയിലാണ് നിഖില വിമലിന്റെ ഐറ്റം ഡാൻസ് ഉള്ളത് എന്നൊരു റൂമറാണ് പ്രചരിക്കുന്നത്. ആ പ്രചാരണം തള്ളിക്കളയാതെയാണ് ഇപ്പോഴത്തെ നിഖില വിമലിന്റെ പോലും പ്രതികരണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണല്ലോ പെണ്ണ് കേസ് എന്ന നിഖിലയുടെ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമയുടെ പ്രസ് മീറ്റിന് ശേഷമുള്ള നിഖിലയോടുള്ള ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് നിഖിലയുടെ മറുപടി. ഐറ്റം ഡാൻസ് ഉണ്ട് എന്നൊരു വാർത്ത ശരിയാണോ എന്നൊരു ചോദ്യത്തിന് അത് ആട് 3യുടെ പ്രസ് മീറ്റിൽ പറയാമെന്നാണ് നിഖിലയുടെ മറുപടി. അപ്പോൾ ആ റൂമർ നിഖില വിമൽ തള്ളിക്കളയുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ആട് 3യുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക് കാത്തിരിക്കൂ. മലയാളത്തിൽ ഇത് ഐറ്റം ഡാൻസിന്റെ വർഷമാണോ എന്ന് പോലും സംശയിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.